ഇതിലും മെച്ചം ആനേനെ കൊന്നിട്ട് പോയാലല്ലേ. കൃഷിക്കാരില്ലാത്തൊരു മേഖലയാവും വയനാട്. നമ്മളിന്ന് അന്യ സംസ്ഥാനത്ത് വല്ലതും തരികയാണെങ്കിൽ മേടിക്കുക കഴിക്കുക അല്ലാണ്ട് വേറെ ഒരു നിർവാഹമില്ലാത്തൊരവസ്ഥ. ഈ ലെവലിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഓണ സീസൺ വരുമ്പം 1 കിലോ പഴത്തിന് 100 രൂപയും കൊടുത്ത് വാങ്ങേണ്ട ഇത് വരുന്നു പറഞ്ഞായിരുന്നു. പക്ഷേ അത് ഓണം ആയിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ വന്നു. അതിൻ്റെ ഒരു എത്രയോ മാസം മുന്നേ തന്നെ ആ വില വന്നു. ഇതിപ്പം ഞങ്ങളെപ്പോലത്തെ കുറച്ച് കർഷകരും കൂടെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ വയനാട് കൃഷിമേഖല ഉണ്ടാവില്ല. ഇപ്പോൾ പുതിയ തലമുറ ഒന്നും കൃഷിമേഖലയിലേക്ക് പോകുന്നില്ല. ആർക്കും അധ്വാനിക്കാൻ മടിയായി. പിന്നെ മനുഷ്യന് സമയം തെറ്റാൻ വലിയ താമസം നമ്മളൊക്കെ മര്യാദയ്ക്ക് വീട്ടിൽ കിടന്ന് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവിടെ വന്ന് രാത്രി കാവലിന് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് രാവിലെ തിരിച്ചെത്തുന്നത് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പില്ല. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല, ഉറപ്പില്ലാണ്ട് ഞങ്ങൾ വരുന്നത് തന്നെ. ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്ത് നിൽക്കുന്ന ഒരു കർഷകൻ പറയുന്ന വാക്കുകളാട്ടോ ഇത്. വീട്ടിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലെന്ന്. അപ്പോൾ ഇവർ ജീവിക്കുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണോ? കഴിഞ്ഞെല്ലാം 1 ലക്ഷം ഉറുപ്പ്യ മുടക്കിയിട്ട് എനിക്ക് കിട്ടിയത് 7,000 ഉറുപ്പ്യ കിട്ടി അവിടെ അരേക്കര വാഴ വെച്ചിട്ട്. എന്നിട്ടും ഞാൻ സർക്കാരിൻ്റെ പുറകെ പോയിട്ടില്ല. പക്ഷേ ഈ കൊല്ലം ഞാൻ അടിയിപ്പോയി. ഇഞ്ചിക്കും വിലയില്ലാത്ത അവസ്ഥ വന്നുകൊണ്ട് ഞാൻ 5 ലക്ഷം ഉറുപ്പ്യ ലോണുണ്ട്. ആ ലോൺ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് അടയ്ക്കാൻ. നമസ്കാരം. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് ആനക്കലിയാണ്. ആനയുടെ തീരാത്ത കലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നാട്ടാനയുടെ ആണേലും കാട്ടാനയുടെ ആണേലും. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 3 ദിവസത്തിനുള്ളിൽ വയനാട്ടിൽ 2 മരണവും അതുപോലെ തന്നെ ഇടുക്കിയിലും തിരുവനന്തപുരത്തുമായിട്ട് അങ്ങനെ കേരളത്തിൽ 4 പേര് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വയനാട്ടിൽ 2 ദിവസം ഹർത്താലുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ പല ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞ് ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിലായിട്ട് ഇന്നലെ അതായത് വ്യാഴാഴ്ച കൊയിലാണ്ടിയിൽ ഒരു ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തിനിടയ്ക്ക് ആന ഇടഞ്ഞിട്ട് 3 പേരാണ് ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടത്. അതുമാത്രമല്ല 19 ആളുകൾക്ക് പരിക്ക് ഉണ്ട്. പലർക്കും നല്ല സീരിയസ് ആയിട്ടുള്ള പരിക്കുണ്ടെന്നാണ് കേൾക്കുന്നത്. ഏതായാലും 3 പേരാണ് ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടത്. ഇതിന് മുന്നേ ഒരാഴ്ച മുന്നേ നമ്മൾ കണ്ടതാണ് ഇതുപോലെ തൃശ്ശൂർ ഭാഗത്ത് ഇതുപോലെ തന്നെ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞിട്ട് ഇതുപോലെ തന്നെ ആൾ മരിച്ചതൊക്കെ നമ്മൾ കണ്ടാണ്. ഏതായാലും കൊയിലാണ്ടിയിൽ നടന്ന ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇന്നലെ കൊയിലാണ്ടിയിൽ നടന്ന ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ചെറിയൊരു ഭാഗമാണിത്. 3 ജീവനുകളാണ് ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത്. കറണ്ട് കഴിഞ്ഞപ്പോൾ ഉത്സവത്തിന് അവിടെ കൂടിയിരുന്ന ആളുകളുടെ ഇടയിലേക്ക് പാഞ്ഞ് കയറുകയായിരുന്നു. കൂടുതലും സ്ത്രീകൾക്കാണ് പരിക്കേറ്റത്. അതുപോലെ തന്നെ മരിച്ചവരിലും 2 പേര് സ്ത്രീകളും 1 പുരുഷനുമാണ്. അപ്പം നമുക്കറിയാം, ഇത്തരം ഉത്സവങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ ഫാമിലി ആയിട്ടാണ് എല്ലാവരും പോവുക. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അത് പക്ഷേ നമുക്ക് പറയാം, ഒരു കാട്ടാന അല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ സമരം ചെയ്യാനോ ഹർത്താൽ നടത്താനൊന്നും പറ്റിയല്ല. കാരണം അത് മനുഷ്യൻ തന്നെ നിർമ്മിച്ച് വെച്ച ഒരു സംഭവമാണ്. മനുഷ്യൻ തന്നെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ പോയത് 3 ജീവനുകളാണ്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോകളൊക്കെ ഞാൻ കാണിച്ചപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് ഇതുതന്നെയായിരുന്നു. നാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കാര്യം എന്താണ് താങ്കൾ വീഡിയോയിൽ പറയാത്തതെന്നാണ് എല്ലാവരും ചോദിച്ചത്. അത് നമുക്ക് വേണമെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു അപകടമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും അത് മനുഷ്യജീവനായതുകൊണ്ട് നമുക്കത് എടുത്ത് പറയാതിരിക്കാനായിട്ട് പറ്റത്തുമില്ല. അതുമാത്രമല്ല, ഈ കാട്ടാനയുടെ കലീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളുകൾ മരിക്കുന്നുണ്ട്,
ഇഷ്ടംപോലെ ആളുകൾ മരിക്കുന്നുണ്ട്. ഓരോ ദിവസം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുന്ന ആളുകളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മൂന്നാറിൽ പടയപ്പ എന്ന് പറയുന്ന ആന, ഇപ്പോൾ മതപ്പാടിലാണ് ആന സ്കൂട്ടറിൽ എത്തിയ ഒരു യുവതിനെ വലിച്ചെറിഞ്ഞ് അതിൻ്റെ നട്ടലിന് ഗുരുതര പരിക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഇത്തരത്തിൽ പരിക്കായിട്ടും പലരും വികലാംഗരാകുന്നു പരിക്ക് മൂലം. അതുമാത്രമല്ല പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ കാട്ടാനയുടെ കലിയിൽ ഇത്ര ജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അപ്പുറത്ത് നാട്ടാനയുടെ പ്രശ്നം കൊണ്ടും ആളുകൾ മരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൂടാതെ മനുഷ്യൻ്റെ ജീവനൊന്നും എടുത്തില്ലെങ്കിലും മനുഷ്യൻ്റെ ജീവിതം തീർക്കുന്ന അല്ലെങ്കിൽ ജീവിതം ഇല്ലാതാക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമുക്ക് വയനാട്ടിലൊക്കെ വന്നാൽ നമുക്ക് കാണാം. വയനാട്ടിൽ മാത്രമല്ല ഇടുക്കിയിലും അതിരപ്പള്ളിയിലും ഒക്കെ നമുക്ക് കാണാം. ജീവിതം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൃഷി തന്നെയാണ്. ഒത്തിരി ആളുകൾ കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളുകളെ കാട്ടാനയുടെ വളരെ ഭീകരമായ ഒരു ശല്യം കൊണ്ട് ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ചാനലിൽ കൂടെ ഒത്തിരി സ്ഥലങ്ങളിലെ നമ്മൾ ഇതേപോലത്തെ കാഴ്ചകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണ് തള്ളിപ്പോകുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ നടവയൽ പാതിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കർഷകൻ്റെ 1000-ലധികം വാഴയാണ് ഒറ്റ രാത്രി കൊണ്ട് ആന തീർത്തത്. ആ ചേട്ടൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിനി അറിയാൻ പോകുന്നുള്ളൂ. ഒറ്റ രാത്രി കൊണ്ടാണ് ആ ചേട്ടൻ്റെ ഇത്രയും വാഴകൾ നശിപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രദേശത്താണുള്ളത് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ ആ ഒരു സ്ഥലം ഒന്ന് കാണാനായിട്ട് പോകും. ഏതായാലും ഞാൻ പറഞ്ഞ ആ ഒരു പ്രദേശത്താണ് ഇപ്പം നിൽക്കുന്ന പാതിരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ആന വലിയ രീതിയിൽ കൃഷി നശിപ്പിച്ചത്. ഇതിനകത്ത് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ഈ ചേട്ടൻ്റെ നിരവധി വാഴ ആന നശിപ്പിച്ചു എന്ന്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി വാഴയൊക്കെ കിടക്കുന്ന കാണാം. നിരവധി വാഴ നശിപ്പിച്ചു എന്ന് മാത്രമല്ല ആ വിഷമത്തിൽ ഈ ചേട്ടൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുകളിൽ കയറി വിഷക്കുപ്പിയുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് എല്ലാവരും കൂടെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് ഇറക്കുകയായിരുന്നു. ആ ഒരു വിഷ്വൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അത് ഇന്നലെ നാളെ പൈസ വരില്ല, കാര്യങ്ങൾ ചെയ്യേണ്ടിരിക്കണം. സാഹചര്യം കൊണ്ട് കലാചാരം ഒരുപാട് ജനങ്ങൾ കൂടുതലും അവരോട് ചോദിക്കുക. എനിക്ക് പറയാനുള്ളത് അവരും പറയും. വാഴകൃഷി ചെയ്ത സ്ഥലം ഞാൻ നേരിട്ട് പരിശോധിച്ചു. അന്നെൻ്റെ വാഴകൃഷി വ്യാപകമായിട്ട് ആന ഇറങ്ങി നശിപ്പിച്ചിട്ടുണ്ട്. അതിന് സർക്കാരിൻ്റെ നോംസ് അനുസരിച്ചുള്ള നഷ്ടപരിഹാരങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഈ ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു അഡ്വാൻസ് നൽകണമെന്ന് പറഞ്ഞിട്ട് അത് തൊട്ടടുത്ത ദിവസം തന്നെ നൽകാനുള്ള നടപടികൾ കൈക്കൊള്ളും. ഇപ്പൊ ഈ 1000-ഓളം വാഴ പോയെന്ന് അദ്ദേഹം പറയുന്നത്. ഒരുപാട് ചിലപ്പോൾ 5-6 ലക്ഷം രൂപ മുടക്കുണ്ടായിരുന്നു. അതിന് എത്ര രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റും? ഒരു വനമുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് സർക്കാരിന്റെ നോംസ് അനുസരിച്ച് മാക്സിമം നൽകാവുന്ന നഷ്ടപരിഹാരം അദ്ദേഹത്തിന് ലഭ്യമാക്കും. ഇപ്പൊ പലപ്പോഴും അവർ പറയുന്നത് എപ്പോഴും വൈകിട്ടാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. അത് പെട്ടെന്ന് കിട്ടാറില്ല, അതുപോലെ കുറഞ്ഞ തുകയാണെന്ന് പറയുന്നത്. വേഗത്തിൽ കിട്ടാനുള്ള നടപടി ഉണ്ടാവുക. അതാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിന്റെ ഈ ഹെഡിലൊക്കെ പൈസ വരുന്നതിനനുസരിച്ചാണ് നഷ്ടപരിഹാരങ്ങൾ നൽകുന്നത്. അത് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇന്നലെ അവിടെ നടന്ന ആ ഒരു സംഭവം. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ ആന ഇവിടെ വന്ന് ഈ ഒരു മനുഷ്യൻ്റെ വാഴക്കൃഷി നശിപ്പിച്ച രംഗങ്ങളാണ് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് കണ്ണൻ CK. കണ്ണൻ അല്ലേ? ഇത് എന്നാ ചേട്ടാ സംഭവം ഉണ്ടായേ? ഇത് ഞാൻ 2 ദിവസമായി. ഇനിയാണല്ലേ? ചേട്ടനെ ഇവിടുത്തെ അടുത്ത് തന്നെയാണോ വീട്? ഇവിടുന്ന് 1 കിലോമീറ്റർ മാറിയിട്ടുണ്ടേ.
ഇത് എല്ലാ വർഷവും ഇവിടെ കൃഷി ചെയ്യുന്നതാണോ ചേട്ടൻ? ആ, എല്ലാ വർഷം കൃഷി. എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന? ഇത് അഞ്ച് വർഷത്തിനടുത്ത സ്ഥലമല്ല. 5 വർഷത്തേക്ക് എടുത്ത എല്ലാ വർഷവും വാഴ കൃഷി തന്നെ ചെയ്യുന്നത്? വാഴ കൃഷി ചെയ്യുന്നു. ഈ 5 വർഷത്തിലാണെങ്കിൽ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്? എല്ലാ കഴിഞ്ഞാലും ഉണ്ടായിരുന്നു. കഴിഞ്ഞാലും പിന്നെ പാട്ടച്ചീട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓഹോ. ഈ കൊല്ലം പിന്നെ ഇത്രത്തോളം പോയോണ്ടാണ് ചെയ്തത്. അല്ലേ? ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ പോയത്? ആ, ഈ വർഷം ഏറ്റവും കൂടുതൽ പോയി. ഏകദേശം എത്ര വാഴ പോയി? ഇക്കൊല്ലം മൊത്തം ഒരു 1600 വാഴകളും വെച്ചു. അത് കുറേ ചെറിയ വാഴകളുണ്ട്, എല്ലാം അതൊക്കെ പോയി. മൊത്തം ചെറിയ വാഴ മൊത്തം കളഞ്ഞു. പിന്നെ ഒരു ഇടത്തരം കൊലക്കാനായത് കളഞ്ഞു. അങ്ങനെ ഒരു 3 ഘട്ടമായിട്ടാണ് കളഞ്ഞിട്ടുള്ളത്. 3 ഘട്ടമായിട്ട് ഏകദേശം എന്തേരം പോയിട്ടുണ്ടാവും? 1000 വാഴയുടെ 1000-ന് മേലെ പോയിട്ടുണ്ട്. 1000 വാഴയുടെ മേലെ പോയിട്ടുണ്ട്. അതായത് ചേട്ടൻ്റെ 3/4% പോയി. 3/4% പോയി. ഇനി കുറഞ്ഞ് 1/4% മറ്റേ ബാക്കിയുള്ളൂ. ഓഹോ. എനിക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ മുഴുവനായിട്ട്? മുഴുവനായിട്ട് ഇവിടെ മുതലാ? ഇവിടെ ഇല്ല അമ്മോ. ഇതാട്ടോ നമ്മൾ കാണുന്ന ഒരു കർഷകൻ്റെ അധ്വാനമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഈ മോഡലിൽ ഇതുപോലെ നിന്ന വാഴകളാണ്. നോക്കി എന്തോരാ നശിപ്പിച്ചിരിക്കുന്നത് നോക്കിക്കേ. ഒന്നും ബാക്കിയില്ല കേട്ടോ. ഭീകരമായ ഒരു കാഴ്ച തന്നെയാണ്, ഒന്നും പറയാനില്ല. ആനയുടെ കാൽപ്പാടൊക്കെ കാണുന്നുണ്ടോ? കണ്ടോ, ഇഷ്ടം പോലെ കാൽപ്പാടുകളുണ്ട്. വല്ലാത്തൊരവസ്ഥ. ആനപ്പിണ്ടം കിടക്കുന്നു. ഓ, മണിക്കൂറുകൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇത്രയും കളയണമെങ്കിൽ എന്തായാലും ഒരു 3-4 ഒന്നല്ല അത് ഒന്നല്ല. ഓ, ഒന്നിൽ കൂടുതൽ ആനയുണ്ട്. ഇത് നോക്കി എന്തോരാന്ന്. വളരെ ഭീകരമായ ഒരു അവസ്ഥ കേട്ടോ. നോക്കി എൻ്റെ ദൈവം, വല്ലാത്തൊരു സ്ഥിതി തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും കൈ ചൂണ്ടി എന്തോരം വാഴയുണ്ടെന്ന് വെച്ചിട്ട് ചുമ്മാ ഒന്ന് എണ്ണി വയ്ക്കുക. ഞാൻ വീഡിയോ ഇങ്ങനെ സ്റ്റില്ലാക്കി നിർത്താം. അതേപോലെ ഇവിടെ ഒന്ന് ഇങ്ങനെ വലിച്ചു നീട്ടി എന്തോരം വാഴ ഈ പ്രദേശം ഉണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ കിടക്കാം കേട്ടോ. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതേ ഉള്ളൂ. ഓക്കെ, എന്തോരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വെച്ച് കാണിക്കേണ്ടതായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ശരിക്കത്തെ ഭീകരത മനസ്സിലായത്. എന്താ അങ്ങനെ ഭയങ്കര ഒരു ചീത്തായിപ്പോയി കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇല്ലാത്തൊരു ചീത്തായിപ്പോയി. ആനയുടെ കാൽപ്പാട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതെൻ്റെ കാലാണ്. എൻ്റെ ഒരു 1.5 കാല് വെച്ച ഇതിൻ്റെ ഒരു വീഡിയോ വന്നു കേട്ടോ. എത്ര വലിയ ആനയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ. വല്ലാത്തൊരു കാഴ്ച തന്നെ കേട്ടോ. അവിടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ എൻ്റെ പുറകോട്ട് ചെല്ലുമ്പോൾ ഇവിടെ വേറെ ആനയുണ്ട് കേട്ടോ. അതിൻ്റെ ഇത്രയും വലിപ്പമില്ലാത്ത വേറെ ഒരു ആനയുടെ കാൽപ്പാടായി കാണുന്നത്. ഓ, എൻ്റെ ദൈവം ഇല്ല. അതാ അങ്ങോട്ട് നോക്കി എല്ലായിടത്തും കളയാൻ കേട്ടോ. വല്ലാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഈ പറമ്പ്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച തന്നെയാണ്. നോക്കി ഇവിടെ എന്തോരാണ്. അങ്ങാറ്റൊക്കെ ഫുൾ തീർത്താം ആണല്ലേ? എല്ലാം ഒന്ന് കാണിച്ചു, എല്ലാം കാണിച്ചു, എല്ലാം കാണിച്ചു. ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ കണ്ടിട്ട് അങ്ങോട്ട് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇത് എത്ര മാസം പ്രായമായ വാഴയാട്ടാ? ഇത് കൊലക്കാനായി അടുത്ത മാസം കൊണ്ട് ഏകദേശം കൊലക്കും. കുള്ളം വാഴ, ചെറിയ മഞ്ചേരിക്കുള്ള. അടുത്ത മാസം കൊലക്കേണ്ട വാഴകളല്ലേ? നിങ്ങളൊന്ന് നോക്കിക്കേ, എന്തൊരു സ്ഥിതിയാണ്. ഇതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റുമോ? അങ്ങ് ഏരിയയിൽ അങ്ങോട്ട് മൊത്തം ചെറിയ വാഴ. ആ ചെറിയ വാഴ മൊത്തം പോകും അല്ലേ? അല്ല, ഇത് മൊത്തം നമുക്ക് കാണിക്കാം, എല്ലാം കാണിക്കാം. വല്ലാത്തൊരു ഭീകരമായൊരു കാഴ്ച തന്നെയാട്ടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ ഇച്ചിരി അങ്ങോട്ട് പോകും. ഞാൻ കട്ടാക്കുന്നേ ഇല്ല കേട്ടോ. നിങ്ങൾ കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കട്ടാക്കി കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതാണെന്ന് സംശയം വരുള്ളൂ. ഒന്നുമല്ല, നമ്മൾ കട്ടാക്കുന്നേ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് മുഴുവനായിട്ടും കാണാം. വള്ളം വരെ മേടിച്ചു വെച്ചതാ. ഇടാൻ വേണ്ടിയിട്ട്, ചെറിയ വാഴക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. വള്ളം വരെ ഇതൊക്കെ പണക്കാരുടെ കട എടുത്തോണ്ട് കാണും. വളവാ? എന്തോ ഇതെന്ത് വള? ഇത് യൂറിയം പൊട്ടാൻ ഡയഫോസ് ഇങ്ങനെ മിക്സർ വള. ഇതൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. ഇടാൻ വേണ്ടി കൊണ്ടുവച്ചാ? പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ. അതാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. ഇത് ഞാൻ നടന്നിട്ട് ഇന്നലെയൊക്കെ ആയിട്ട് വന്നോ? ഇന്നലെ വന്നോ? ഇന്നലെ 3:30 പറ്റി. ഇന്നലെ വന്നു? ഇന്നലെ ഞങ്ങൾ 4:30 വരെ ഇവിടെ ഉണ്ടായിരുന്നു. 5:30 വരെ. 5:30 ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ആണല്ലേ? ഇന്നലെ നിങ്ങൾ കണ്ടു? ഇന്നലെ ഇതിലേ വന്നു. ഈ വഴിക്ക് വന്നേ. ഈ വഴി കൂടെ വരുന്നത്. ബാക്കിയും കൂടെ കാണിച്ചാൽ മൊത്തം കാണിച്ചാൽ വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും ഇതേ കാണാനുണ്ട്. ഇന്നലെ വന്നിട്ട് നിങ്ങൾ അവസാനം പടക്കം പൊട്ടിച്ച് ഓടിച്ചോ? ഞങ്ങൾ ഓടിച്ചു. ഇന്നലെ ഒറ്റ ആ ഭാഗത്ത്. ഇന്നലെ ഒറ്റയാനാ വന്നേ?
ഉണ്ട്. ആ സൈഡൊക്കെ കളഞ്ഞതാണ്. ഇതൊക്കെ 2-3-4 ദിവസം മുന്നേ വന്ന് കളഞ്ഞത്. ആ പുറത്തോട്ട് കളഞ്ഞിട്ടുണ്ടല്ലേ? ആ അതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. ഇതേപോലെ പല ഇതിൻ്റെ ഇടയ്ക്കുള്ള വാഴകളൊക്കെ പോകും. അതിനെക്കോട്ടം ഇവിടെ കാനപ്പിണ്ടം കിടക്കുന്ന നിങ്ങൾക്ക് കാണാം. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വാഴ ഉണ്ടായിരുന്നായിരുന്നു, ഇതൊക്കെ പോയി കേട്ടോ. വല്ലാത്തൊരു ഭീകരമായ അവസ്ഥ തന്നെ. ഇനി വേറെ എവിടെ ഏട്ടാ? അത് അങ്ങ് സൈഡ് ആ സൈഡൊക്കെ അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം. ചേട്ടൻ നമ്മളിപ്പോൾ കാണിച്ചു വളവും യൂറിയം പൊട്ടാസ്യം ഒക്കെ കാണിച്ചു തന്നു. ചേട്ടൻ ഈ വാഴക്കിടാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരുന്ന ചാക്ക് ഉണ്ടല്ലോ, ആ ഒരു പെരയിൽ നിറച്ച് ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വെറുതെ ആയ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആലോചിക്കുക, നമ്മളൊക്കെ കടയിൽ പോയി 1 കിലോ ഏത്തക്ക ഒക്കെ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പഴംപൊരിയൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ ഈ വാഴക്കൃഷിയുടെ പിന്നിൽ ഇത്രത്തോളം ഒരു അധ്വാനവും സഹനവും ഒക്കെ ഉണ്ടെന്ന് ഒന്ന് ആലോചിക്കുക. ആ സൈഡ് മൊത്തം കളഞ്ഞല്ലേ? ഇങ്ങോട്ടും കളഞ്ഞു. ഓക്കെ, ഇവിടെയൊക്കെ പോയക്കോട്ടെ. എങ്ങോട്ട് നോക്കിയാലും ഇതേ നമുക്ക് കാണാനുള്ളൂ കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ ഇതേ കാണാനുള്ളൂ. എങ്ങനെയാണ് മനുഷ്യൻ ഇവിടെ കൃഷി ചെയ്യാനുള്ള കാൽപ്പാട് കാണായിട്ടുണ്ടോ? ഇനി അങ്ങോട്ടാ ഏട്ടാ പൊറോട്ട? ഇനി അങ്ങോട്ട് അത് നാളെ കളഞ്ഞതാ. അത് അങ്ങോട്ട് പോകാൻ കഴിയില്ല ഇപ്പോൾ. അത് അപ്പുറത്തെ സൈഡിലാ? ആ അല്ല, അങ്ങോട്ട് കരിമീരൊക്കെ ഇതായതുകൊണ്ടേ ഇന്നാൾ കളഞ്ഞത്. അത് ആദ്യം ഫസ്റ്റ് അതാ കളയുന്നത്. ആണല്ലേ? അങ്ങോട്ട് ഇപ്പോൾ പോക്ക് നടക്കൂല. ഇത് കാടൊക്കെ ആയതുകൊണ്ട്. ആണല്ലേ? അതാ ഇതാണ് കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച. ഈ വാഴയുടെയൊക്കെ എന്താ ഇത് തിന്നേ? ഇത് തിന്നാനൊന്നുമില്ല, പക്ഷെ എന്നാലും ബസ്റ്റിനെ അവർ വലിച്ചൊടിച്ച് പോവാണ്. അവർ വലിക്കുക ഓടിക്കുക. അവർക്കൊരു രസമായി തോന്നി. നമ്മളെ വേർപ്പ് അവരുടെ രസവും. നമ്മളൊരു വേർപ്പ് അവർക്കൊരു രസമായി മാറി. രസമല്ലേ? നമ്മളെ വേർപ്പിന് ഉപ്പ് രസം ഉണ്ടാവുമല്ലോ, ആ ഒരു ഇത് അവർക്ക് കിട്ടിത്തുടങ്ങി. അതിൻ്റെ ഒരു ഭാഗമാണത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു. ചേട്ടൻ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എന്താ ചേട്ടൻ അങ്ങനെ ചിന്തിപ്പിക്കാനുള്ള കാരണം എന്താ? അങ്ങനെ വെച്ചാൽ ഞാൻ 5 ലക്ഷം ഉറുപ്പികയെങ്കിലും ലോണുണ്ട്. ആ ലോൺ അടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് അടയ്ക്കാൻ. ഇതിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സർക്കാരിന് എന്തെങ്കിലും ആവശ്യം കൊടുത്താൽ 10,000, 2,000, 5,000 ഉറുപ്പിക വരും. അതുകൊണ്ട് എവിടെ എത്തൂല. അതിനു വേണ്ടി അങ്ങോട്ട് തീരെ നിർബന്ധമില്ലാണ്ട് ചെയ്ത പണിയാണ്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. പിന്നെ സർക്കാർ തന്നെ ഒരു തീരുമാനമാക്കി തട്ടെ. ഇവരിനി സർക്കാരിൻ്റെ കൈകാലം പിടിക്കുക. അല്ലാണ്ട് വേറെ ഇപ്പോൾ എല്ലാവരും വന്നു. ഇപ്പോൾ നമ്മളെ സൊസൈറ്റി മെമ്പർമാരൊക്കെ വന്ന് നോക്കി. ആരെങ്കിലും സഹായിക്കായിരിക്കും. ഇതിന് മുന്നേ ഇങ്ങനെ വാഴ നശിച്ചു പോയിട്ട് ചേട്ടന് കിട്ടിയിട്ടുണ്ടോ നഷ്ടപരിഹാരം? ഇല്ല, ഞാനതിന് പോയിട്ടില്ല. വലിയ ചടങ്ങായതുകൊണ്ടല്ലേ? ആ, അതിന് പിന്നെ പോയിട്ടില്ല. കഴിഞ്ഞൊല്ലൊക്കെ പോയിരുന്നു. കഴിഞ്ഞൊല്ലം 1 ലക്ഷം ഉറുപ്പിക മുടക്കിയിട്ട് എനിക്ക് കിട്ടിയത് 7,000 ഉറുപ്പിക കിട്ടി അവിടെ 1 ഏക്കർ വാഴ വെച്ചിട്ട്. എന്നിട്ട് ഞാൻ സർക്കാരിൻ്റെ പുറകെ പോയിട്ടില്ല. പക്ഷേ ഈ കൊല്ലം ഞാൻ അടിയിൽ പോയി. ഇഞ്ചിക്കും വിലയില്ലാത്ത അവസ്ഥ വന്നുകൊണ്ട് എനിക്ക് 10-20 ഏക്കർ ഇഞ്ചി, 1 ഏക്കർ ഇഞ്ചിയോളം പറിക്കാനുണ്ടായിരുന്നു. അത് പറിച്ചിട്ടാകെ കിട്ടിയത് 4 ലക്ഷം ഉറുപ്പിക മുടക്കിയിട്ട് കിട്ടിയത് 3 ലക്ഷം ഉറുപ്പിക കിട്ടി. അതുകൊണ്ട് എല്ലാ കുറേ കടങ്ങൾ വീട്ടിയിട്ട് ആണ് പിന്നെ ബാക്കിയുള്ള ഇതെടുത്ത് വീട്ടാന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് പിടുത്തം വിട്ടുപോയി. അതാണ് ഒന്നാമത് പറ്റിയത്. പിന്നെ മനുഷ്യന് സമയം തെറ്റാൻ വലിയ താമസം. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് കാണുന്ന നമുക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മളൊക്കെ മര്യാദയ്ക്ക് വീട്ടിൽ കിടന്ന് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ മണ്ണുമായിട്ട് പണിയല്ലേ? ഇവിടെ വന്ന് രാത്രി കാവലിന് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് രാവിലെ തിരിച്ചെത്തുന്നത് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പില്ല. അതെ അതെ, നമ്മളെ വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല, ഉറപ്പില്ലാണ്ട് ഞങ്ങൾ വരുന്നുണ്ട്. ആലോചിച്ച് നോക്കണേ, ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്ത് നിൽക്കുന്ന ഒരു കർഷകൻ പറയുന്ന വാക്കുകളാട്ടോ ഇത്. വീട്ടിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലെന്ന്. ഇപ്പം ഇവർ ജീവിക്കുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണോ? ഇതിപ്പം ഞങ്ങളെപ്പോലത്തെ കുറച്ച് കർഷകരും കൂടെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ വയനാട് കൃഷിമേലുണ്ടാവില്ല. ഇപ്പോൾ പുതിയ തലമുറ ഒന്നും കൃഷിമേലിലേക്ക് പോകുന്നില്ല. ആർക്കും അധ്വാനിക്കാൻ മടിയായി. പിന്നെ ഈ അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടാതെ എന്തെങ്കിലും തൊഴിൽ നോക്കി പോവാണ്. എന്തെങ്കിലും കിട്ടണ്ടല്ലേ? ഒന്നും കിട്ടാത്തതുകൊണ്ട് ആരുമില്ല ഈ മേഖലയിൽ. ഞാനൊക്കെ വെച്ചാൽ 6ാം ക്ലാസ് പഠിപ്പ് നിർത്തിയിട്ട് 12ാം വയസ്സ് ഞാൻ തുടങ്ങിയതായി കൃഷിപ്പണി. ആ കൃഷിപ്പണി ഇപ്പോഴും നിർത്തിയിട്ടില്ല. അതാണ് കൈയൊന്ന് കാണിച്ചേ. ഇതുണ്ടോ? ഇതൊക്കെ അധ്വാനിക്കുന്ന ആളുകളുടെ കൈയാട്ടോ. നമുക്ക് കാണാം. ഇങ്ങനെ
മണ്ണിൽ കിടന്ന് പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഈ സംഭവം നടന്നിട്ട് എല്ലാ ചാനലുകളിലും വന്നൊരു വാർത്തയാണ്. പക്ഷേ ഞാനിത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്കന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വരണമെന്ന്. കാരണം നമ്മൾ ചെയ്ത നമ്മൾ കഷ്ടപ്പെട്ട് ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് നിന്ന് വെച്ചിട്ട് അവസാന നിമിഷം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ആ ഒരു വിഷമമൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ചേട്ടൻ പറയുന്നത് എൻ്റെ വിഷമം എന്നാന്നുള്ളത്. കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇത്രയും ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ ചേട്ടൻ ഫോറസ്റ്റ് ഓഫീസിലായിരുന്നു അല്ലേ, അതിൻ്റെ പേപ്പർ ശരിയാക്കാൻ പോയത്. ചേട്ടൻ പേപ്പർ ശരിയാക്കാൻ പോയതായിരുന്നു. ഞാൻ കുറേ നേരം ചേട്ടൻ ഇവിടെ കാത്തു നിന്നിട്ട് തന്നെയാണ് ഈ വീഡിയോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്, നമുക്കത് പുറം ലോകത്തേക്ക് എത്തിക്കണം എന്നുള്ളത് ഒരു ഒറ്റ ചിന്ത കൊണ്ടാണ്. ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാട്ടോ ഈ കാണുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇതുപോലെ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ കാവല് കിടക്കാൻ പറ്റൂലേ? ആവില്ല. ഇന്നലെ തന്നെ ഞങ്ങൾ ഇപ്പം രണ്ട് ദിവസം ടെൻഷൻ മൊത്തം ഉണ്ട്. ഇന്നലെ എന്നിട്ടും ഉറക്കം ചെയ്യാണ്ട് ഞങ്ങൾ 4:30-5:30 വരെ ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതെ, ഇതിപ്പോൾ 2 ദിവസം ഇതുവരെ ഞാൻ ഉറക്കാൻ പറ്റില്ല. ഇന്നിപ്പം രാവിലെ ഇവിടുന്ന് പോയി പല്ല് തേച്ചു, നേരെ ഫോറസ്റ്റ് ഓഫീസിൽ പോയി. ഇതിൻ്റെ ബാക്കി ഇപ്പം പെൻസിലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് അവിടെ ഇവിടെ ഓരോ വഴികളുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പനവരം സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നു അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അവർ വരുമ്പോൾ അവരെ പുറകെ നടന്നു. ഇതെല്ലാം എൻ്റെ ഒരു വർക്കിൽപ്പെട്ടൊരു ഭാഗത്തിലെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. അതാണ് നടപടികളൊക്കെ ഭയങ്കര നടപടികളല്ലേ? അതെ അതെ. എന്നാൽ നമുക്ക് എല്ലാം കിട്ടുമോ? അതുമില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇത് തന്നെ ഇപ്പം ഒരു എഗ്രിമെൻ്റ് പോലും ഇല്ല. വാക്കാല സംസാരിച്ചു, ഇത് കിട്ടുമെന്ന് അങ്ങനെയൊന്നും പറഞ്ഞു വാക്കാല തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ അതിനകത്തുള്ള രേഖ ഒന്നുമില്ല. എന്നുവെച്ചാൽ തന്നാൽ മേടിക്കല്ലാണ്ട് ഇനി ഭാഗം കയറുന്നൊരു ഭാഗമില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ചേട്ടൻ ഒറ്റയ്ക്കാണോ ഇത് വേറെ ആളുകളുണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് നടത്തിയല്ലേ? ഷെയറിൻ്റെ പരിപാടി. ഒന്ന് ആലോചിക്കുക, ഒറ്റയ്ക്ക് ഈ നഷ്ടം മൊത്തം സഹിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ചാണെങ്കിൽ ആ നഷ്ടം ഷെയർ ചെയ്യാനെങ്കിലും ആളുണ്ടെന്ന് വിചാരിക്കും. ഇതൊന്ന് നോക്കി, ഒറ്റയ്ക്ക് ഇതിൻ്റെ ഇത്രയും നഷ്ടം ഒറ്റയ്ക്ക് നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ട് എവിടെയാണ്. ഞാൻ ഇത്രയും നേരമായിട്ട് ഈ വീഡിയോ കട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനത് കട്ട് ചെയ്യാത്തതിന് കാരണമുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ, കാരണം നമ്മളത് ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുന്നതല്ല, ശരിക്കും ഇത് പോയത് തന്നെയാണ്. ഇവിടെ നോക്കിയാലും ഇതുണ്ടോ, ഇവിടെ നോക്കിയാലും അങ്ങോട്ട് നോക്കിയാലും ഇവിടെ ആ ഷെഡിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാലും ഇപ്പം നമ്മൾ കയറി വന്ന ഈ ഒരു ഭാഗത്ത് നോക്കിയാലും എപ്പോഴും നോക്കിയാലും ഇത് മാത്രമേ കാണാനുള്ളൂ. ഇവിടെ ഈ പ്രദേശം വർഷങ്ങളായിട്ട് ഇങ്ങനെ കാട്ടാൻ ശല്യം ഉണ്ടല്ലേ? കാട്ടാൻ ശല്യം ഉണ്ട്. അതിൽ ഇങ്ങോട്ട് കാണുന്ന വയലുകൾ മൊത്തം വെറുതെ ഇട്ടേക്കാം. കൃഷി എടുക്കേണ്ട വയൽ അതൊക്കെ വെറുതെ ഇട്ടേക്കുന്നത്. നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം, നെല്ല് കൃഷി ചെയ്തുകൊണ്ട് ആവാത്തോണ്ടാണ് റിസ്ക് എടുക്കാൻ ആർക്കും ആവില്ല രാത്രി. അതുകൊണ്ട് എല്ലാവരും ഒഴിവാക്കിയിട്ടേക്കാം, വെറുതെ ഇട്ടേക്കാം. ഫോറസ്റ്റ് പോലെ ഇപ്പം നെല്ല് കൃഷി നടത്തിയിട്ട് ഇപ്പം എത്ര നാളായി? ഒരുപാട് വർഷങ്ങളായി അല്ലേ? ഇപ്പം ആരും ചെയ്യലില്ല. വർഷങ്ങളോളം കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളല്ലേ? അതെ അതെ. ഇപ്പോൾ കഴുങ്ങ് വെക്കുന്നുണ്ട്. കഴുങ്ങ് വെച്ചിട്ടും കാര്യമില്ല, മറിച്ചിട്ട്. അതുകൊണ്ട് അതിൻ്റെ പുറകെ ആരും പോകില്ല. എല്ലാ സംഭവം കൃഷിക്കാരില്ലാത്തൊരു മേഖലയാവും വയനാട്. നമ്മളിന്ന് അന്യ സംസ്ഥാനത്ത് വല്ലതും തരികയാണെങ്കിൽ മേടിക്കാൻ കഴിക്കുകയല്ലാണ്ട് വേറെ ഒരു നിർവാഹമില്ലാത്തൊരവസ്ഥ. അപ്പം ഞാൻ എൻ്റെ വാഴ ഇവിടെ അവിടെ ഇങ്ങനെ ഒരു പന്നി കളഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഈ ലെവലിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഓണ സീസൺ വരുമ്പം 1 കിലോ പഴത്തിന് 100 രൂപയും കൊടുത്ത് വാങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അത് ഓണം ആയിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ വന്നു. ഇപ്പം തന്നെ 100 രൂപയായി. അതിൻ്റെ ഒരു എത്രയോ മാസം മുന്നേ തന്നെ ആ വില വന്നു. അത്രയും ഇതായിട്ട് നമ്മളെ ഇത് മനസ്സിലുള്ള തുറന്ന് പറയുന്നത് വെച്ചാൽ നമ്മളൊരു ഊഹാഭോഗം പറയുന്നതല്ല. അത് വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന കൃഷിനെ കുറിച്ച് അറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ അല്ല പറയുന്നത്. അതുകൊണ്ടാണ് അത്രയും മുൻകൂട്ടി ഞാൻ പറഞ്ഞു ഓണാകുമ്പോഴത്തേന് 100 രൂപ. അത് എത്രയോ മാസം ബേക്കിൽ 6 മാസം കിടപ്പുണ്ട് ഓണത്തിന്. അതാണ് സംഭവം. വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ. ഓണം ആകുന്നതിന് മുന്നേ ഇപ്പോൾ 100 രൂപയായി വാഴയ്ക്ക്, ഏത്തക്കായ്ക്ക് 100 രൂപ. ഏത്തക്കായ്ക്ക് 100 രൂപ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പം ഏത്തക്കായില്ല ചേട്ടൻ്റെ. അതായത് ഇപ്പോൾ ആ 100 രൂപയ്ക്ക് ചേട്ടനിപ്പോൾ അത്രയും കിലോ വിറ്റാണ് ചേട്ടൻ്റെ കടം തീരൂലായിരുന്നു അല്ലേ? ചേട്ടൻ്റെ കടം തീർക്കായിരുന്നു അല്ലേ? അല്ലേ? അത് മൊത്തം ഈ ഒരൊറ്റ രാത്രി കൊണ്ടാണ് തീർത്തല്ലേ? ചേട്ടൻ്റെ കടം തീരുമായിരുന്നു. ഇപ്പം അത്രയും വില ഉണ്ടായിരുന്നൊരു സമയമാണ്. ഏത്തക്കായ്ക്കൊന്നും ഈ അടുത്ത കാലത്തൊന്നും വില കുറയല്ല, അത്രയും ഭയങ്കര വില കയറിയാണ് വരുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് കയറിയ വില ഏത്തക്കായ്ക്ക് ഇറങ്ങുന്നില്ല, കയറി മുകളിലേക്ക് പോകുന്നല്ലാണ്ട് ഇറങ്ങുന്നില്ല. കാരണം കേരളത്തിൽ വാഴക്കൃഷി കുറഞ്ഞത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.
ഏത്തക്ക വരുന്നത് ഭൂരിഭാഗം അന്യ സംസ്ഥാനത്തിനാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇത്രയും വലിയ ലാഭം എടുക്കുന്നതെല്ലാം അന്യ സംസ്ഥാനത്തെ ലോബികളാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള കർഷകരുടെ അവസ്ഥ ഇതാ ഈ കാണുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ എടുത്തിട്ട് ഒരു തുള്ളി പോലും ഞാൻ കട്ടാക്കിയിട്ടില്ല കേട്ടോ. എല്ലായിടത്തും നമ്മൾ കട്ടാക്കാതെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ ഇന്ത്യയുടെ വാഴ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതിൻ്റെ ഇടയ്ക്കോട്ടൊന്നും പോയില്ല. ഈ ഭാഗത്ത് ഒരിച്ചിരി സ്ഥലം പോകാനുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ്. ഇതുണ്ടോ നമ്മൾ എന്തെങ്കിലും കയറ്റി പറയുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിക്കോ. ഇത് നേരം വെളുക്കോളം ഞങ്ങൾ ഇവിടെ ഒറ്റ ഇരിപ്പായിരിക്കും. നേരം വെളുക്കോളം ഇവിടെ തീയും കാഞ്ഞിരിക്കുമോ അല്ലേ? നേരം വെളുക്കോളം ഇരിക്കുക. ആന ഏത് ഭാഗത്താണ് വരുന്നത്? ഈ ഭാഗത്തും വരും, ആ ഭാഗത്തും വരും. ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വരും? അപ്പുറം കയറിയിട്ട് താഴെ ഫോറസ്റ്റാ. അല്ല ഇവിടെ ഇതിന്റെ ഇപ്പുറത്ത് എന്താ? ഈ സ്ഥലത്തിന്റെ ഇപ്പുറത്ത് എന്താ ഉള്ളത്? ഒന്നുമില്ല, കാപ്പിത്തോട്ടം. പക്ഷെ അവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറം ഫോറസ്റ്റാ. അതങ്ങനെ കയറി അങ്ങനെ വരും. പിന്നെ അതിലെങ്ങനെ കയറി അങ്ങനെ വരും ആന. 2 വഴിക്കും ആന വരും വരുന്നുണ്ടല്ലേ? വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ ഇതിപ്പോൾ. നഷ്ടപരിഹാരം കിട്ടിയാലും ചേട്ടന് ഇതിൻ്റെ ഒന്നും ആകുന്നില്ലല്ലോ? ഒന്നും ആകുന്നില്ല. പക്ഷെ ഒരു താങ്ങായി എന്ന് മാത്രം. നമുക്കൊരു താങ്ങായി കിട്ടിയാൽ തന്നെ വലിയ ഒരു ഉപകാരം. അതെങ്കിലും കിട്ടുവാണെങ്കിൽ ഭാഗ്യമല്ലേ? ഇതിപ്പോൾ 7 മണിയാകുമ്പോഴേ മൊത്തം അതിൻ്റെ വണ്ടി എടുത്ത് ഇതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കണം. കറണ്ട് കൊടുക്കാനല്ലേ? കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 7 മണിയാകുമ്പോൾ തീർക്കണം. ചേട്ടൻ പണിക്ക് പോവാം. തുടങ്ങിയോ? ചെയ്തോ. കുഴപ്പമില്ല. ഏതായാലും ചേട്ടനെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല കേട്ടോ. ചേട്ടൻ്റെ പണിയുമായിട്ട് മുന്നോട്ട് പോട്ടെ. കാരണം നമ്മളൊത്തിരി സമയം അതിനു വേണ്ടി. ഏതായാലും നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ പറയാനുള്ളൂ. ഇനിയുള്ളതെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ളൊരു തീവ്ര ശ്രമത്തിലാണ് ആ ഒരു പാവം കർഷകൻ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഇവിടെ ഈ ചേട്ടൻ എന്താ പറയുക, ഇവർ രാത്രി കാവലിരിക്കുന്ന, ഇവിടെ തീ ഇട്ടിരിക്കുന്ന സ്ഥലമാട്ടോ. ഇവിടെ ഇരുന്നാണ് ഇവർ കാവലിരിക്കുന്നത്. ഇവിടെ തീ ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ ഞാനത് കെട്ട് കിടക്കുന്ന ഒരു സംഭവമാണെന്ന് വിചാരിച്ച് വർത്താനം പറഞ്ഞ് ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഷൂ അവിടെ അതിനകത്ത് ചെറിയ തീ ഉണ്ടായിരുന്നു. ഷൂ കാണിച്ചു തരാം. ഷൂ ഉരുകിപ്പോയി കേട്ടോ. ഷൂ ഉരുകിപ്പോയി. ഇപ്പം തന്നെ ചാരാമെന്ന് വിചാരിച്ചാൽ ഞാൻ വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്നു. അപ്പോൾ എൻ്റെ തൊട്ട് താഴെയുള്ള ഷൂ ഉരുകിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കരിയുന്ന മണം കണ്ടപ്പോഴാണ് മനസ്സിലായത്. ആ ചേട്ടൻ്റെ ഒരു വല്ലാത്തൊരു വിഷമമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ആ ഫോറസ്റ്റ് ഓഫീസിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ടൊക്കെ പോയി നിന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ എത്രത്തോളം വിഷമം കയറി കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതുപോലെ കാട്ടാനക്കരിയിൽ ആളുകൾ മരിക്കുന്നതിനെക്കാട്ടും വലിയൊരു അവസ്ഥയാണ് ഈ ആളുകളുടെ ജീവിതം ഇല്ലാതാക്കുന്നത്. ഇതുപോലെ ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന വിളകളെല്ലാം ഒറ്റ രാത്രി കൊണ്ടൊക്കെ നശിപ്പിക്കുന്നത്, അത് അയാളെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ചേട്ടൻ പറയുന്നത്, ഇതിലും ഭേദം എന്നെ കൊല്ലുന്നതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യങ്ങളാണ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു കാഴ്ച തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തന്നെ അത് കണ്ടിട്ട് സങ്കടം തോന്നി. ചേട്ടൻ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു വരുന്നുണ്ട്. എന്താ പറയുക, ഇങ്ങനെയും കുറേ മനുഷ്യർ ഈ നാട്ടിലൊക്കെ ജീവിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ എടുത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.